ആഴ്ചഫലത്തിൻ്റെ മറ്റൊരു പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞായർ മുതൽ ശനി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാരുടെയും ഫലമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. ചില രാശിയിൽ ജനിച്ചവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ആഴ്ചയിൽ സാധിക്കുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് അപൂർവ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധിക്കും. ദീർഘകാലത്തെ ആഗ്രഹം സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. വിദേശത്ത് തൊഴിൽ എന്ന ലക്ഷ്യം ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കച്ചവടക്കാർക്ക് അസുലഭ നേട്ടങ്ങൾ വന്നു ചേരും. വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും. ആദ്യമായി മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം ഈ ആഴ്ച പൊതുവെ ദോഷകരമായിരിക്കും. മേടക്കൂറുകാർക്ക് പല കാര്യങ്ങളിലും അസ്വസ്ഥത അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് ചില കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ധനനഷ്ടങ്ങൾ, മനോമാന്ദ്യം, ഇച്ഛാഭംഗം ഇവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും ജാഗ്രത പാലിക്കുക. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. IT രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധാപൂർവം നീങ്ങുകയാണ് വേണ്ടത്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനാകും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാൻ തയ്യാറാകും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അഷ്ടമത്തിൽ ശനിയാകിയാൽ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ചികിത്സ നടത്തുന്നവർക്കും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശരിയായി രാശി ചിന്തിച്ച് ഉചിതമായ പ്രതിവിധികൾ സ്വീകരിച്ചാൽ നന്നായിരിക്കും. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര, അതുപോലെ തന്നെ പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം. ചില കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരു വഴി തെളിയും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഉല്ലാസയാത്ര പോകുവാൻ സാധിക്കും. പുതിയ വസ്ത്രാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിന് വഴിതെളിയും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ കഴിയും. സന്തോഷകരമായ ചിലതെല്ലാം വന്നുഭവിക്കുന്നതായിരിക്കും. അടുത്തത് കർക്കിടക കൂറിൽപ്പെട്ട പുണർതം അവസാന മുക്കാൽ ഭാഗം, പൂയം, അതുപോലെ തന്നെ ആയില്യം. അവിചാരിതമായ നേട്ടങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഉണ്ടാകും. ദീർഘനാളായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില പുതിയ കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കും. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുവാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ പല സംഭവവികാസങ്ങളും ഈ ആഴ്ച സംഭവിക്കും. അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തും. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം. പൊതുവെ പല തടസ്സങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയുണ്ട്. ധനനഷ്ടങ്ങളും പാഴ്ചിലവുകളും ഉണ്ടാകാം. യാത്രാക്ലേശം, അലച്ചിൽ ഇവ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ തടസ്സങ്ങൾ വരാം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കാം. സംഭാഷണത്തിലും പെരുമാറ്റത്തിലും വളരെ ആത്മനിയന്ത്രണം ശീലിക്കുന്നത് പൊതുവെ നന്നായിരിക്കും. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. ഗുണകരമായ മാറ്റങ്ങൾ ഈ ആഴ്ച ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുവാനിടയുണ്ട്. കലാരംഗത്തും സിനിമ സീരിയൽ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി, അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ്. കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഏത് കാര്യത്തിലും അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നവീനമായ ആശയങ്ങൾ നടപ്പിലാക്കും.
പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുന്നതിന് കഴിയും. ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള തുടക്കം കുറിക്കും. അടുത്ത വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം, അതുപോലെ തന്നെ തൃക്കേട്ട. അവിചാരിതമായ തടസ്സങ്ങൾ പല കാര്യത്തിലും അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് നൂതനമായ പലവിധ മാറ്റങ്ങളും ഉണ്ടാകും. അതിനോട് പൊരുത്തപ്പെടുന്നതിന് ശ്രമിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഭക്ഷണ സംബന്ധമായ അശ്രദ്ധ രോഗങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. പൊതുവെ രാശിചിന്ത നടത്തി ഉചിതമായ പരിഹാരം കാണുന്നത് നന്നായിരിക്കും. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ മേഖലയിൽ തൊഴിൽ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പുതിയ വീടുപണി ആരംഭിക്കുന്നതാണ്. വസ്തുവാഹനാദികൾ വാങ്ങും. ദീർഘനാളായി ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കും. അപൂർവ യോഗങ്ങൾക്കുള്ള സാധ്യതയും ഈ ആഴ്ച കാണുന്നുണ്ട്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, മനോമാന്ദ്യം ഇവ വന്നുചേരും. യാത്രാക്ലേശവും അലച്ചിലും അനുഭവപ്പെടും. ദാമ്പത്യ കലഹങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷകരമായ താരക യോഗം കാണപ്പെടുന്നു. ഇത് കൂടുതൽ പ്രയാസങ്ങൾക്ക് കാരണമാകാം. വളരെ ശ്രദ്ധാപൂർവം എല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, ചതയം, അതുപോലെ തന്നെ പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ആഴ്ചയിൽ സാധിക്കും. തൊഴിൽ രംഗത്ത് അപൂർവ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ദീർഘകാലത്തെ ആഗ്രഹം സാധിക്കുന്നതാണ്. പുതിയ സംരംഭം തുടങ്ങും. വിദേശത്ത് തൊഴിൽ എന്ന ലക്ഷ്യം സാധിച്ചെടുക്കും. കച്ചവടക്കാർക്ക് അസുലഭ നേട്ടങ്ങൾ വന്നു ചേരും. വിവാഹ ആലോചനകൾക്ക് തീരുമാനമാകും. രാശിമണ്ഡലത്തിലെ വളരെ അപൂർവമായ യോഗങ്ങൾ കാണുന്നുണ്ട്. അവസാനമായി മീനക്കൂറിൽപ്പെട്ട പോരൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, അതുപോലെ തന്നെ രേവതി. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിൻ്റെ കാര്യത്തിൽ പലവിധ അസ്വസ്ഥതകൾ വന്നു ചേരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വിഷമങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത. ഏത് കാര്യത്തിലും ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. ഒരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.